വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. IPL-ൽ ഇന്ന് LSGയും ചെന്നൈ സൂപ്പർ കിങ്സും രണ്ടാം തവണ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ പരാജയത്തിന് കണക്ക് തീർത്ത് LSG 7 വിക്കറ്റിന്റെ അത്യുജ്വല വിജയമാണ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന് മേൽ നേടിയെടുത്തത്. മത്സരത്തിന് മുമ്പ് ക്യാപ്റ്റൻ ഗെയ്ക്വാദ് നടത്തിയ ഒരു പ്രസ് മീറ്റ് ഉണ്ട്. അതിൽ പറഞ്ഞത് ഇന്നത്തെ പിച്ചിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ബൗളർമാർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ 170-150 റൺസ് എടുത്താൽ എത്ര വലിയ ശക്തമായ ബാറ്റിംഗ് നിരയാണെങ്കിലും ഒരു ചലഞ്ച് നൽകാൻ ബൗളിംഗ് നിരക്ക് സാധിക്കുമെന്നാണ്. എവിടെയാണ് ആ ചലഞ്ച് ലക്നൌക്ക് മുന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൗളേഴ്സിന് നൽകാൻ കഴിഞ്ഞത് എന്നാണ് മറുചോദ്യം. 20 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ലക്നൗ 7 വിക്കറ്റിന്റെ വിജയം നേടിയത്. പ്ലേ ഓഫിലെത്താനുള്ള പ്രതീക്ഷ കാത്തുസൂക്ഷിക്കാൻ വിജയം അനിവാര്യമായ ചെന്നൈ സൂപ്പർ കിങ്സും പോയിന്റ് പട്ടികയിൽ അവസാനത്തിൽ നിൽക്കുന്ന നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത LSGയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കാനായത് ഇന്ന് LSGക്ക് തന്നെയാണ്. മിച്ചൽ മാഷിന്റെ വെടിക്കെട്ട്. ഒരു പക്ഷേ ഇന്ന് മിച്ചൽ മാഷ് നിർഭാഗ്യകരമായി റൺഔട്ട് ആയില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നേരത്തെ കളിയും കഴിഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സിന് വീട്ടിലേക്ക് പോകാമായിരുന്നു. വെറും 38 പന്തുകളിൽ 7 സിക്സുകളും 9 ഫോറുകളും അടക്കം 90 റൺസാണ് മിച്ചൽ മാഷ് നേടിയത്. 188 വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗിന് ഇറങ്ങിയ LSGക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് 135-ൽ. 32 പന്തുകളിൽ 36 റൺസ് എടുത്ത ജോഷ് ഇംഗ്ലീസിനെയാണ് നഷ്ടമാകുന്നത്. മുകേഷ് ചൗധരിയുടെ ബൗളിങ്ങിലാണ് ജോഷ് ഇംഗ്ലീസ് പുറത്താകുന്നത്. പിന്നീട് സ്ട്രൈക്കിലെത്തിയ നിക്കോളാസ് പൂരൻ സ്ട്രൈറ്റിലേക്ക് കളിക്കുന്നു. മിച്ചൽ മാഷിന്റെ നിർഭാഗ്യവശാൽ മുകുൾ ചൗധരിയുടെ കൈകളിൽ തട്ടി നോൺ സ്ട്രൈക്കിലുള്ള മിച്ചൽ മാഷ് ക്രീസിന് പുറത്തു നിൽക്കുന്ന വേളയിൽ സ്റ്റെമ്പിലടിക്കുന്നു, റൺഔട്ട് ആവുന്നു. അർഹതപ്പെട്ട സെഞ്ചുറിയാണ് മിച്ചൽ മാഷിന് നഷ്ടമായിരിക്കുന്നത്. പിന്നീട് വീണ്ടും LSGക്ക് ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു. മുകേഷ് ചൗധരിയുടെ കൃത്യമായ ബൗളിങ്ങിൽ മത്സരം അല്പം കൂടി മുന്നോട്ടു പോകുന്നു. നൂർ അഹമ്മദും ബൗളിങ്ങിൽ നിന്ന് മികച്ചു നിന്ന ദിവസം തന്നെയായിരുന്നു. പക്ഷേ വിക്കറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ജാമി ഓവർട്ടൺ പരിക്ക് മൂലം മടങ്ങിയതിൻ്റെ അഭാവം വ്യക്തമായി അറിഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ഓവർട്ടന് പകരമെത്തിയത് ബൗളർ ജോൺസൺ ആയിരുന്നു. ഒരു വിക്കറ്റ് നേടാനായെങ്കിലും ടീമിൻ്റെ പ്രതീക്ഷക്കൊത്തുയരാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ്റെ ചില മണ്ടത്തരങ്ങളും ഇന്നത്തെ തോൽവികൾക്ക് കാരണമായിട്ടുണ്ട്. 170-150 നേടിയാൽ മത്സരം പിടിക്കാമെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ അതിനൊത്ത തന്ത്രങ്ങളല്ല ഗ്രൗണ്ടിൽ കാണിച്ചത്. മാത്രമല്ല ഇമ്പാക്ട് പ്ലെയറായിട്ട് കൊണ്ടുവന്നത് ഗുർജപ്നീത് സിംഗിനെ ആയിരുന്നു. ഒരു പക്ഷേ അവിടെ അക്കീൽ ഹുസൈനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ചെന്നൈ ആരാധകരിൽ ഏറെയും. നൂർ അഹമ്മദ് അവിടെ വെറും 4 ഓവറിൽ 21 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. നിലവിൽ 3 പേസർമാരുമായിട്ട് വരുമ്പോൾ വീണ്ടും ഇമ്പാക്ട് പ്ലെയറായിട്ട് മറ്റൊരു പേസർ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു പോകുന്നു. മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിക്കറ്റ് ടേക്കർ ബൗളർ അൻഷുൽ കംബോജ് ഇന്ന് വളരെ ധാരാളിയായിരുന്നു. 16 ബോളുകൾ എറിഞ്ഞ കംബോജ് വിട്ടുകൊടുത്തത് 63 റൺസാണ്. പവർ പ്ലേയിൽ ആദ്യ 2 ഓവർ എറിഞ്ഞ കംബോജ് 39 റൺസ് വിട്ടുകൊടുക്കുന്നു. പിന്നീട് അവസാനത്തിൽ 24 പന്തുകളിൽ 24 വേണ്ട സമയത്ത് ഒരുപക്ഷെ ക്യാപ്റ്റന് തോന്നിയിരിക്കാം, ക്യാപ്റ്റൻ തൻ്റെ പ്ലെയേഴ്സിനെ എല്ലാം നോക്കുന്നു, എല്ലാവരും ക്ഷീണിതരാണ്, എങ്കിൽ പിന്നെ പെട്ടെന്നങ്ങ് കളി തീർത്തേക്കാം. ഉടനെ വിളിക്കുന്നു കംബോജിനെ. നിക്കോളാസ് പൂരന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. മിച്ചൽ മാഷിന്റെ തേരോട്ടത്തിൽ ആകെ തളർന്നു പോയ കംബോജ് നിക്കോളാസ് പൂരന്റെ മുന്നിലെത്തുമ്പോൾ തുടരെ വീണ്ടും 4 സിക്സുകൾ വഴങ്ങുന്നു. എത്ര പെട്ടെന്നാണ് മത്സരം അവസാനിച്ചത്. LSGക്ക് വിജയം ഇന്ന് ഉറപ്പായിരുന്നു. എങ്കിൽ പോലും അവസാന ഓവർ വരെ കൊണ്ടുപോയിരുന്നെങ്കിൽ റൺ റേറ്റെങ്കിലും കാത്തുസൂക്ഷിക്കാമായിരുന്നു. അവസാന 2 മത്സരങ്ങൾ വിജയിച്ചാൽ പ്ലേ ഓഫിനുള്ള സാധ്യത നിലനിർത്താനാകുമായിരുന്നു. പക്ഷേ ഇനി അത് പ്രയാസമാണ്. ഇന്നത്തെ പരാജയത്തോടെ ചെന്നൈ രാജസ്ഥാനും പിറകിലേക്ക് 6ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി പഞ്ചാബ് 2 മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ 17 പോയിന്റോടെ പ്ലേ ഓഫ് ഉറപ്പിക്കും. ഒന്നാമതുള്ള RCBക്കും രണ്ടാമതുള്ള ഗുജറാത്തിനും 16 പോയിന്റുകൾ വീതമുണ്ട്. അവർക്കിനിയും 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ചെന്നൈക്ക് കളിക്കാനുള്ളത് ഒരു മത്സരം ഗുജറാത്തിനെതിരെയാണ്. മറ്റൊരു മത്സരം ചെന്നൈക്ക് ബാക്കിയുള്ളത് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനും 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. 4-ൽ ആരെല്ലാം എത്തുമെന്നുള്ളത് വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വലിയ റൺ റേറ്റ് വഴങ്ങിക്കൊണ്ട് പരാജയം ഏറ്റുവാങ്ങുന്നത്. LSGക്ക് വേണ്ടി ഇന്ന് ബൗളിങ്ങിൽ തിളങ്ങിയത് ആകാശ് മഹാരാജ് സിംഗ് തന്നെയായിരുന്നു. ഈ സീസണിൽ ആദ്യ മത്സരത്തിന് അവസരം കിട്ടിയ ആകാശ് മഹാരാജ് സിംഗ് വളരെ കൃത്യമായ ബൗളിങ്ങുമായി നിറഞ്ഞാടിയപ്പോൾ മുൻനിര 3 വിക്കറ്റുകളും അയാൾ നേടിയെടുത്തു. ക്യാപ്റ്റൻ ഗെയ്ക്വാദിനെയും സഞ്ജു സാംസണെയും ഉർവിൽ പട്ടേലിനെയും 4 ഓവറിൽ വെറും 26 റൺസ് വഴങ്ങിക്കൊണ്ടാണ് ആ 3 വിക്കറ്റുകൾ നേടിയെടുക്കുന്നത്. അയാളുടെ സെലിബ്രേഷനും ഒരു വെറൈറ്റി പിടിക്കുന്നതായിരുന്നു. 3 വിക്കറ്റുകൾ വീണപ്പോഴും താൻ എഴുതിക്കൊണ്ടുവന്ന നോട്ട് പുറത്തെടുത്ത് കാണികൾക്ക് കാണിച്ചുകൊണ്ടാണ് അയാൾ സെലിബ്രേറ്റ് ചെയ്തത്.
T20 ഗെയിമിൽ എങ്ങനെ വിക്കറ്റ് നേടണമെന്ന് ആകാശിനറിയാം എന്നായിരുന്നു ആ നോട്ടിൽ എഴുതിക്കൊണ്ടുവന്നിരുന്നത്. അയാളുടെ ആ ബൗളിംഗ് പ്രകടനം തന്നെയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെ ആകെ തകർത്തു കളഞ്ഞത്. കാർത്തിക് ശർമ്മ 41 പന്തിൽ 73 റൺസ് എടുത്ത് അത്യുജ്വല ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അവസാനത്തിലെത്തിയ ശിവം ദൂബെ 16 പന്തിൽ 32 റൺസ് നേടിക്കൊണ്ട് ഭേദപ്പെട്ട ടോട്ടൽ കണ്ടെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ സഹായിച്ചു. പക്ഷേ ആ ഒരു സ്കോറൊന്നും LSGയുടെ പ്രതികാരത്തെ തടയാൻ മതിയാകുന്നതായിരുന്നില്ല എന്നതായിരുന്നു സത്യം. മായങ്ക് യാദവ് 4 ഓവറിൽ വെറും 26 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. വിക്കറ്റുകളൊന്നും യാദവിന് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വേഗതയുടെ രാജാവ് താൻ തന്നെയെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന മത്സരമായിരുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.